ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു Zakiyas കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ കസ്റ്റഡ് ഡ്രിങ്കാണ്. ഇത് ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്കുറപ്പാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കടായിലൊഴിച്ച നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നട്ട്സ് ചേർത്തി കൊടുക്കണം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കടലയും ബദാമുമാണ്. നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ചേർത്തി കൊടുക്കുക. നമ്മുടെ നട്ട്സ് ഇവിടെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ചേർത്തി കൊടുക്കാം. ഇത് ഒരു 5-6 ടീസ്പൂൺ സേമിയ ഉണ്ടാകും. ഇനി ഈ സേമിയയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുക്കാം. സേമിയ ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഇതിലൊന്ന് വേവിച്ചെടുക്കാം. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തി കൊടുക്കാം. അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്തി കൊടുക്കേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. അതിനു വേണ്ടി 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് പാലൊഴിച്ചൊന്ന് കലക്കിയെടുക്കണം. ഈ കസ്റ്റർഡ് പൗഡർ മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നല്ല തിക്ക് വരുന്നതാണ്. ഇത് ഇനി തണുക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഫ്രിഡ്ജിൽ തണുത്തെടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ല തിക്ക് വരും. അതുകൊണ്ട് അധികം തിളപ്പിച്ച് കട്ടിയാക്കേണ്ട. ഇനി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇതിന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായി വരും. ഇനി ഇത് നമുക്കൊന്ന് തണുപ്പിക്കണം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ കസ്റ്റർഡ് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
ഇന്നലെ രാത്രി വെച്ചിട്ട് ഇന്ന് ഉച്ചക്കാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തി കൊടുക്കാം. ഞാൻ ആപ്പിളും പഴവുമാണ് ചേർത്തി കൊടുക്കുന്നത്. നേന്ത്രപ്പഴമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ചേർത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയ കസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.